കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് പറഞ്ഞ് ഓമനിച്ച് വളർത്തിയ മകൻ സഹപാഠികളുടെ മർദ്ദനത്തിന് മുമ്പിൽ കീഴടങ്ങി മരിച്ച് മരവിച്ച് കിടക്കുന്നത് കണ്ട് നെഞ്ചുപൊട്ടി കരയുന്ന ആ അപ്പന്റെയും അമ്മയുടെയും മനസാക്ഷിയെങ്കിലും ശാന്തമാക്കുവാൻ ഒരു നിയമം വന്നേ പറ്റൂ. അതിലും ഭയാനകമായത് നിങ്ങളതോ എക്സ്ട്രീം ബ്രൂട്ടാലിറ്റി, എക്സ്ട്രീം സാറ്റിസ്ഫാക്ഷൻ. ഈ രണ്ട് വാക്കുകളും പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾ ഇവനെ ഇടിച്ചതെന്ന്. ചില സിനിമകളിലെ രംഗങ്ങൾ പോലെ ശരീര അവയവങ്ങൾ പുറത്തെടുത്തിട്ടിരുന്നു എന്നാണ്. പോലീസ് അധികാരികൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും അത് കണ്ടപ്പോൾ മനസ്സിന് ശാരീരികമായും മാനസികമായും തളർന്നു പോയെന്ന്. എനിക്ക് നിയമം അറിയാം, വിടുതാറേ എന്ന് പറയുമ്പോൾ കൂടെ നിന്ന ഗുണ്ടാപ്പട മുഴുവനും കൈയടിച്ചെന്നും ഇവൻ ഈ പോലീസിനെതിരെ കൂകി വിളിച്ചെന്നുമാണ് ഞാൻ അറിഞ്ഞത്. പണ്ട് വീട്ടിൽ പപ്പയുണ്ടെങ്കിൽ മക്കൾ ഒരല്പം ഭയത്തോടെയും ബഹുമാനത്തോടെയും വീട്ടിൽ വന്ന് കയറും. ദൂരെ വെച്ചേ പറയും, എടാ പപ്പ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എന്ന്. വന്നുടനെ അമ്മമാരും പറയും, പതുക്കെ കിടന്ന് വിളിക്കടാ, അച്ഛൻ അപ്പുറത്തുണ്ട്, പപ്പ അപ്പുറത്തുണ്ട് എന്ന്. ഇന്ന് കാലം മാറി. വീട്ടിൽ പപ്പന്മാർ വന്നിറങ്ങുമ്പോൾ അവരാദ്യം നോക്കുന്നത് മക്കൾ വീട്ടിലുണ്ടോ എന്നാണ്. എങ്കിൽ ഭയത്തോടെ അകത്ത് കയറുകയാണ്. അമ്മമാർ പറയാണ്, മിണ്ടാതിരിക്കെ, നമ്മുടെ മക്കൾ ഇവിടെ ഉണ്ട്, അവൻ എന്തെങ്കിലും ചെയ്യും. കാലം മാറി. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ പ്രാർത്ഥിച്ചിട്ട് പോകും, ദൈവമേ ഇന്ന് ഒരു ടീച്ചറിന്റെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് അടികൊള്ളല്ലേ. ഇന്ന് കാലം മാറി. ടീച്ചർമാർ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയും വഴിപാടും നടത്തുകയാണ്, ദൈവമേ ഇന്ന് ഒരു കുട്ടികളും ഞങ്ങളെ അടിക്കരുതേ എന്ന്. ഇതാണ് ഈ കേരളത്തിന്റെ കാലം. ഞങ്ങളുടെ കാലത്ത് 10ാം ക്ലാസ്സിന്റെ അവസാന ദിവസത്തെ ഫെയർവെൽ പാർട്ടി, അപ്പുറത്തെ കടയിൽ നിന്ന് മുട്ടായിയും നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിവെച്ച് ഞങ്ങൾ തന്നെ വളഞ്ഞിരുന്ന് അതെല്ലാം കഴിച്ച് ഒരു ചെറിയ പുസ്തകത്തിൽ, ചെറിയൊരു ബുക്കിൽ ഓട്ടോഗ്രാഫൊക്കെ എഴുതി, നീ ഞങ്ങളെ മറക്കുമോ, എന്നെ മറക്കുമോ എന്നൊക്കെ ചോദിച്ച് കണ്ണീരിൽ കുതിർന്ന വരികളൊക്കെ എഴുതി പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഇനി എന്ന് കാണുമെന്നൊക്കെ ചോദിച്ച് സങ്കടത്തോടുകൂടെ ആയിരുന്നു ഞങ്ങൾ 10ാം ക്ലാസ്സിന്റെ ആ ഫെയർവെൽ ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നത്. ഞങ്ങൾ മാത്രമല്ല, ആ തലമുറ മുഴുവനും. ഇന്നും അത്തരം ഓട്ടോഗ്രാഫുകൾ എടുത്ത് വായിക്കുകയും അത്ഭുതത്തോടുകൂടെയും സുഹൃത്ത് ബന്ധങ്ങളെ പറ്റി ചിന്തിക്കാതെയും ഇരിക്കാറില്ല. എന്നാൽ ഇന്ന് കാലം മാറി. ഇന്നലെ താമരശ്ശേരിയിൽ, കൊച്ചു കേരളത്തിൽ 10ാം ക്ലാസ്സിന്റെ ഫെയർവെൽ ഫംഗ്ഷന് കൂവി എന്ന് പറഞ്ഞ് സ്വന്തം സഹപാഠിയെ കുട്ടികൾ ഭീകരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ടെലിവിഷനിൽ വന്നു. ആ കുട്ടിയുടെ അപ്പൻ വേദനയോടെ പറയുകയാണ്, 60% തലച്ചോറിന് ക്ഷതം സംഭവിച്ചു. ഇതിനാര് സമാധാനം പറയും? നിങ്ങൾ അറിഞ്ഞോ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ കുട്ടിക്ക് എങ്ങനെ പണി കൊടുക്കാമെന്ന് രാത്രി മുഴുവനും ആലോചിച്ച് മാരകായുധങ്ങളുമായി ജംഗ്ഷനിൽ ഇവനെ കൊണ്ടുവന്ന് പരസ്യമായിട്ട് ഒരു കൂട്ടം കുട്ടികൾ ഇവനെ അടിച്ച് മർദ്ദിച്ച് അവസാനാക്കിയെന്ന്. അതിലും ഭയാനകമായത് നിങ്ങൾ അറിഞ്ഞോ? എക്സ്ട്രീം ബ്രൂട്ടാലിറ്റി, എക്സ്ട്രീം സാറ്റിസ്ഫാക്ഷൻ. ഈ രണ്ട് വാക്കുകളും പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾ ഇവനെ ഇടിച്ചതെന്ന്. ഈ രണ്ട് വാക്ക് ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ഏതോ സിനിമയിലെ വാക്കുകളാണെന്ന്, അതിലെ നായകന്റെ വാക്കുകളാണെന്ന്. എക്സ്ട്രീം ബ്രൂട്ടാലിറ്റി, എക്സ്ട്രീം സാറ്റിസ്ഫാക്ഷൻ. ഇത്തരം സിനിമകൾ നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കുട്ടികളുടെ മനസ്സിലേക്ക് ദുഷ്ടചിന്തകൾ പകർത്തുന്ന സിനിമകൾ അവസാനിപ്പിച്ചേ മതിയാകൂ. കഴിഞ്ഞ ദിവസം ഒരു കാമുകൻ കാമുകിയെ ചുറ്റികയ്ക്കടിച്ച് കൊന്ന ആ സംഭവത്തിൽ ആ ശരീരങ്ങളെ ആംബുലൻസിലേക്ക് കൊണ്ടുപോയ ദൃക്സാക്ഷികൾ പറഞ്ഞത്, ചില സിനിമകളിലെ രംഗങ്ങൾ പോലെ ശരീര അവയവങ്ങൾ പുറത്തെടുത്തിട്ടിരുന്നു എന്നാണ്. പോലീസ് അധികാരികൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും അത് കണ്ടപ്പോൾ മനസ്സിന് ശാരീരികമായും മാനസികമായും തളർന്നു പോയെന്ന്. ഈ സിനിമകൾ ഇവിടെ നിരോധിച്ചേ മതിയാകുകയുള്ളൂ. സമൂഹ മനസാക്ഷി ഉണരണം. സെൻസർ ബോർഡ് ആ സിനിമ പിൻവലിക്കണം. കുടുംബങ്ങൾ ഇനി കൗമാരക്കാരിലെ അക്രമ സ്വഭാവവും ക്രിമിനൽ ഒഫൻസും തടയുവാൻ കേരളത്തിൽ മാത്രമെങ്കിലും ഒരു നിയമം വന്നേ പറ്റൂ. നിലവിലുള്ള ബാലാവകാശ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ഒരു കുട്ടി ക്രിമിനലുകളും രക്ഷപ്പെടാൻ പാടില്ല. എനിക്ക് വേണ്ടി അത് ചെയ്യണ്ട. താമരശ്ശേരിയിൽ സഹപാഠികളുടെ മർദ്ദനമേറ്റ് ഇന്ന് പ്രഭാതത്തിൽ മരണത്തിന് കീഴടങ്ങിയ ആ സാധു കുഞ്ഞിന് വേണ്ടി ആ നിയമത്തിന് ഭേദഗതി വരണം. കൈ വളരുന്നോ
കാൽ വളരുന്നു എന്ന് പറഞ്ഞ് ഓമനിച്ച് വളർത്തിയ മകൻ സഹപാഠികളുടെ മർദ്ദനത്തിന് മുമ്പിൽ കീഴടങ്ങി മരിച്ച് മരവിച്ച് കിടക്കുന്നത് കണ്ട് നെഞ്ചു പൊട്ടിക്കരയുന്ന ആ അപ്പന്റെയും അമ്മയുടെയും മനസാക്ഷിയെങ്കിലും ശാന്തമാക്കുവാൻ ഒരു നിയമം വന്നേ പറ്റൂ. നൂറുകണക്കിന് പിതാക്കന്മാരാണ് ഇതുപോലെ സങ്കടപ്പെട്ട് ഈ നാട്ടിലുള്ളത്. അവരുടെ കണ്ണീരിന് സമാധാനമായി ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇത് ചെയ്യണം. തങ്കപ്പൻ ചേട്ടന്റെ കടയിൽ നിന്ന് നാരങ്ങ മിഠായും വത്സലാന്റിയുടെ കടയിൽ നിന്ന് നാരങ്ങ വെള്ളവും വാങ്ങി ഫെയർവെൽ നടത്തിക്കൊണ്ടിരുന്ന 10ാം ക്ലാസ് കഴിഞ്ഞുപോയി. കഞ്ചാവും മയക്കുമരുന്നും വലിച്ച് 10ാം ക്ലാസിന്റെ ഫെയർവെൽ നടത്തുന്ന കാലത്തിലേക്ക് കേരളം എത്തിയെന്ന് എന്നാണ് ഇനി നമ്മുടെ കണ്ണുകൾ തുറക്കുന്നത്? ഈ കുഞ്ഞുങ്ങൾക്ക് ലഹരി കൊടുക്കുന്നവരെ പിടിച്ചാൽ തക്ക ശിക്ഷയല്ല, മികച്ച ശിക്ഷ നൽകണം. ആ നിയമത്തിനകത്ത് ഭേദഗതികൾ വന്ന് ഒരിക്കലും അവർ അത് ആവർത്തിക്കാതിരിക്കാനുള്ള വലിയ ശിക്ഷകൾ കൊടുക്കണം. താമരശ്ശേരിയിൽ സഹപാഠികൾ കുട്ടിയെ മർദ്ദിച്ചു. തിരുവനന്തപുരത്തും അത് നടന്നു, പത്തനംതിട്ടയും അത് നടന്നു. കഴിഞ്ഞ ഒരു മാസമായി +2 സ്കൂളുകളുടെ ഫ്രണ്ടിൽ ഇത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അക്രമങ്ങൾ. എന്നോടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, 2 ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു സ്കൂളിന്റെ ഫ്രണ്ടിൽ സംഘടന നടത്തുമ്പോൾ പോലീസ് അവിടെ ചെന്ന് ഇടിക്കട്ട കൊണ്ട് സഹപാഠിയുടെ മുഖത്തിടിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു ഭീകരനെ അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോൾ അവൻ പറഞ്ഞത്, സാറേ എനിക്ക് 18 വയസ്സായില്ല, ഞാൻ മൈനറാണ്, എന്നെ തുടരുത്, നിങ്ങളുടെ തൊപ്പി പോകും, ഞാൻ ജീപ്പിൽ കയറില്ല, കാക്കിയിട്ട പോലീസ് എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് നിയമം അറിയാം, വിടു സാറേ എന്ന് പറയുമ്പോൾ കൂടെ നിന്ന ഗുണ്ടാപ്പട മുഴുവനും കൈയടിച്ചെന്നും ഇവൻ ഈ പോലീസിനെതിരെ കൂകി വിളിച്ചെന്നുമാണ് ഞാൻ അറിഞ്ഞത്. കേരളം എങ്ങോട്ടാണ്? ബാലാവകാശ നിയമത്തിന്റെ തണലിൽ മൈനറാണ്, കുട്ടിയാണെന്നുള്ള പരിഗണനയുടെ തണലിൽ ഒരു കൂട്ടം ആഭാസന്മാർ, ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ സ്കൂളുകളിൽ വളരുന്നുണ്ടെന്ന് നാം കാണാതിരിക്കരുത്. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹത്തോടെ വളർത്തുന്ന കുഞ്ഞുങ്ങൾ അതിന്റെ ഇരകളായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മകനെ സ്കൂളിൽ വിടാൻ എനിക്ക് ഭയമാണ്, എൻ്റെ മക്കളെ സ്കൂളിൽ വിടാൻ എനിക്ക് ഭയമാണ്. കാരണം ആ സ്കൂളിലുള്ള എത്ര പേർ എങ്ങനെയുള്ളവരാണെന്ന് എനിക്കറിയില്ലല്ലോ. ഈ നിയമത്തിന് കാതലായ മാറ്റം വരണം. ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന, ക്രിമിനൽ ഒഫൻസ് ചെയ്യുന്ന കുട്ടികളെ കുട്ടികളായി കാണാതെ അവർക്ക് തക്ക ശിക്ഷ കൊടുക്കുന്ന നിയമ ഭേദഗതി അതിനകത്ത് അടിയന്തരമായി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിയമപരിജ്ഞാനമുള്ളവർ, നിയമത്തെപ്പറ്റി ബോധ്യമുള്ളവർ ആ നിയമത്തെ പുനർവായനയ്ക്ക് വിധേയമാക്കി കാതലായ വ്യത്യാസങ്ങൾ വരുത്തണം. ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തടയുവാൻ ഒരു പുതിയ നിയമം കേരള ഗവൺമെന്റ് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ പോലീസിന് പോലും ഇവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. പോലീസിന് പോലും ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ പിന്നെ ആർക്ക് നിയന്ത്രിക്കാൻ കഴിയും? അധ്യാപകർ ഭയത്തിലാണ്, സാമൂഹ്യ പ്രവർത്തകർ ഭയത്തിലാണ്, മാതാപിതാക്കൾ ഭയത്തിലാണ്. സ്നേഹത്തോടെ ലാളിച്ചു വളർത്തുന്ന ഒരു വലിയ കൂട്ടം കുട്ടികൾ സ്കൂളിൽ പോകാൻ ഭയക്കുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കടുത്ത അസംതൃപ്തി നിലനിൽക്കുന്നു. ആരും അത് പുറത്തു പറയുന്നില്ല എന്ന് മാത്രം. നാം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകുകയുള്ളൂ. എങ്ങനെ ഇതിനൊരു പരിഹാരം ചെയ്യാൻ കഴിയും? 1, നിയമ ഭേദഗതി കൊണ്ടുവരിക. 2, മൈനറായിട്ടുള്ള കുട്ടികൾക്ക് വളരെ വേഗത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആ നിയമം വ്യത്യാസപ്പെടുത്തുക. 3, കുടുംബത്തിനകത്ത് തന്നെ മാതാപിതാക്കൾ കുറച്ചുകൂടെ അലേർട്ടാകുക. തങ്ങളുടെ കുട്ടി ഇപ്രകാരമുള്ള കുട്ടിയാണെന്നറിഞ്ഞാൽ അത് മറച്ചു വെക്കാതെ പുറത്ത് പറഞ്ഞ് കൗൺസിലിങ്ങിന് കുട്ടിയെ വിധേയമാക്കി, അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററുകളിൽ അവനെ കൊണ്ടുപോയി അവനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക. നാണക്കേട് വിചാരിക്കരുത്. മുളയിലെ ആ കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ നമുക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ തിരികെ വന്ന 100 കണക്കിന് കുട്ടികൾ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് നാണക്കേട് വിചാരിക്കാതെ മാതാപിതാക്കൾ ആ കാര്യത്തിൽ ചെയ്യുക. എല്ലാ സ്കൂളുകളിലും കുട്ടികൾ വരുന്നതിന് മുൻപേ കുട്ടികളുടെ ബാഗുകൾ പരിശോധിച്ച് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എന്തെന്ന് മനസ്സിലാക്കാനും ഇവർ തിരിച്ച് സ്കൂളിൽ നിന്ന് ബസ്സിലേക്ക് കയറുന്നവരെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും ഒരു ജനകീയ സംവിധാനം രൂപപ്പെടുത്തണം.
പലപ്പോഴും ഇന്നത്തെ നിയമങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അധ്യാപകരെ ഭയപ്പെടുത്തുന്നുണ്ട്. അത് ആ സിസ്റ്റത്തിന് ചേഞ്ച് വരണം. അധ്യാപകർക്ക് മാന്യമായി ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അത്തരം നിയമത്തിൻ്റെ പരിരക്ഷ അവർക്ക് നൽകണം. വീട്ടിലും മാതാപിതാക്കൾ ഈ കാര്യം ശ്രദ്ധിക്കണം. തങ്ങളുടെ കുട്ടികളുടെ ബാഗിനകത്ത് എന്തുണ്ട്, അവൻ്റെ ഫോണിനകത്ത് എന്തുണ്ട്, മക്കളെയൊക്കെ വായൊക്കെ ഒന്ന് തുറന്ന് പരിശോധിപ്പിക്കണം. അവൻ്റെ നാക്കും ചുണ്ടുമൊക്കെ ഒന്ന് പരിശോധിക്കണം. അവൻ്റെ കണ്ണുകളിൽ ഒന്ന് പരിശോധിക്കണം. നമുക്ക് തന്നെ അറിയാം അങ്ങനെ വ്യത്യാസമുണ്ടെങ്കിൽ കുട്ടിയെ കൗൺസിലിങ്ങിനും നിരീക്ഷണത്തിനും വിധേയമാക്കണം. പറ്റുമെന്നേ, പ്രതീക്ഷ കൈവിടണ്ട. ഈ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടായി തന്നെ നിലനിർത്താൻ നമുക്ക് കഴിയുമെന്നേ. നമുക്ക് പ്രാർത്ഥനയോടെ, നമുക്ക് ദൈവാശ്രയത്തോടെ ഈ കുഞ്ഞുങ്ങളെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പോലീസ് അധികാരികളും കുടുംബാംഗങ്ങളും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും അധ്യാപകരും ഈ പൊതുസമൂഹവും ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം. ഈ കുഞ്ഞുങ്ങളെ നന്മയുടെ പാതയിലേക്ക് നമുക്ക് മടക്കി കൊണ്ടുവരാം. ഇവർ നാളെയുടെ വാഗ്ദാനങ്ങളായി മാറട്ടെ. കുടുംബത്തിന്റെ കണ്ണീരല്ല, നാടിന്റെ അപമാനമല്ല, നാടിന്റെ അഭിമാനങ്ങളായ നന്മയുടെ മക്കളായി മാറുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ. താങ്ക് യു.